ഹായ് ഹലോ. അപ്പോൾ എൻ്റെ 30 ഡേയ്സ് ഓഫ് കിഡ്സ് ഡ്രസ് ചാലഞ്ചിൻ്റെ 4ാമത്തെ ഡേ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ മോഡൽ സ്റ്റിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലാണ്. നെറ്റും 10 മീറ്റേഴ്സ് നെറ്റും 3 മീറ്റേഴ്സ് സാറ്റനും. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സാറ്റൻ കുറച്ച് ക്വാളിറ്റി ഇല്ലാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 6 ആണ് എടുത്തേക്കുന്നത്, താഴേക്കും 6 എടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ 8.5ഉം വേസ്റ്റിൻ്റെ അവിടെ 8.25ഉമാണ് എടുത്തേക്കുന്നത്. അപ്പം മെഷറൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ആം ഹോളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്രിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചെറിയ സൈസിലുള്ള ഫ്രില്ലാണ്. ഈ വലിയ സൈസിലുള്ള ഫ്രില്ല് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇനി വലിയ സൈസിലുള്ള ഫ്രിൽസിലേക്ക് കുഞ്ഞ് ഫ്രിൽസൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ആദ്യമേ ആ പണി അങ്ങ് ഞാൻ തീർത്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ പേപ്പറിൽ കാണിച്ചു തരാം. ഇതുപോലെ 4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫോൾഡിൻ്റെ ഇങ്ങേയറ്റം ഓപ്പണിംഗ് പോർഷനല്ല, നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷൻ, ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ വേസ്റ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇനി ഈ എൻഡിൽ നിന്നാണ് നമ്മൾ നോർമലി അംബ്രല്ല സ്കേർട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ആവശ്യത്തിന് ലെങ്ത് അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വേസ്റ്റിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇത് ഹൈ ലോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ മടക്കിയെടുക്കാം. നമുക്ക് ഫ്രണ്ട് എത്ര പൊങ്ങിയിരിക്കണം അത് നോക്കിയിട്ട് മടക്കിയെടുക്കാം. എന്നിട്ടാണ് ഇനിയാണ് നമ്മളിവിടെ വേസ്റ്റ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ആവശ്യാനുസരണം. ഇതിലെനിക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് ഞാൻ വേസ്റ്റ് സൈസ് മെഷർമെൻറ്റിനെക്കാളും കുറച്ച് ഒരു 5 ഇഞ്ചസ് കൂടുതലെടുത്ത്, കാരണം കുറച്ച് ഫ്രിൽസ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് ഞാൻ നെറ്റും നമ്മുടെ സാറ്റനും എല്ലാം ഹൈ ലോ മോഡൽ സ്കേർട്ട് കട്ട് ചെയ്തു. അടിയിൽ ഞാൻ കുറച്ച് ഫ്രിൽസും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഫ്രിൽസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് ലാസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാദേഴ്സാണ് ഇപ്പം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെറ്റ് ഞാൻ ഏകദേശം ഒരു 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, ഇതുപോലത്തെ ഗ്യാദേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കേർട്ട് പോർഷനിൽ ഏകദേശം 4 ലെയേഴ്സ് ഇതുപോലെ ഗ്യാദേഴ്സ് ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ വലിയ സൈസിലുള്ള ഒരെണ്ണമാണ് ഇത്. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ സാറ്റൻ മെറ്റീരിയലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ ഓഫ് ഷോൾഡർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 3.5 മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ സാറ്റൻ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ആദ്യം ഒരു സാറ്റൻ മെറ്റീരിയൽ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നെറ്റ് അവിടെയും ചെറിയ തോതിലൊരു ഇതുപോലെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തേക്ക് ഒരു സാറ്റനും കൂടി വെച്ച് മറിക്കാമെന്ന്. ആദ്യം ഞാനിത് ഇപ്പോൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് നമ്മുടെ നെറ്റ് ഫാബ്രിക്കും കൂടി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറിച്ച് അടിക്കാത്തത്. ഇപ്പം ഞാൻ നമ്മുടെ സാറ്റൻ വെച്ച് ഇത് മറിച്ച് അടിക്കാതെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് വേസ്റ്റായിട്ടുള്ള പോർഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. ഇത് ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനാണ്. അകത്തേക്ക് ഞാൻ നമ്മുടെ നെറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി വേസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിലത്തേക്ക് ഞാൻ ഇതുപോലെ കെട്ട് നമ്മുടെ തൈ വെക്കാനായിട്ട് ഇതുപോലെ കുറച്ച് നമ്മുടെ കെട്ട് കയറ്റാനായിട്ട് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നെറ്റ് ഞാനിങ്ങനെ ഓഫ് ഷോൾഡറിൻ്റെ അവിടെ കണ്ടായിരുന്നല്ലോ നെറ്റ് വെച്ചേക്കുന്നത്, അത് ചെയ്തേക്കുവാണ്. ഇവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് ബാക്കിൽ നല്ല നോയ്സ്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നറിയാം, ക്ഷമിക്കണം. ഇതുപോലെയാണ് നമ്മൾ ബാക്ക് ചെയ്തെത്തിക്കുന്നത്. ലൈനിങ്ങും എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനാണ് ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതുപോലെ 2 നെറ്റിൻ്റെ പീസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ അത് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഒരു സാറ്റൻ അതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ജോയിൻ ചെയ്യാനുള്ള പോർഷൻസ് എല്ലാം ജോയിൻ ചെയ്ത് എടുക്കുവാണ്. നമ്മുടെ ടോപ്പ് പോർഷനെല്ലാം
ജോയിൻ ചെയ്തതിന് ശേഷം ഇതാ കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ ചെറിയ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.